പി.വി. അൻവറിനെതിരെ പരോക്ഷമായ വിമർശനം അത് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ നൽകുന്നത് നമ്മൾ നേരത്തെ കേട്ടതാണ്. ബേപ്പൂർ മണ്ഡലം നഷ്ടമായത് സ്ഥാനാർത്ഥിത്വത്തിലെ പിഴവ് മൂലമാണെന്ന് പ്രവീൺകുമാർ പറഞ്ഞു. ആ സത്യം ഇപ്പോൾ തിരിച്ചറിയുന്നുവെന്നും കൊയിലാണ്ടി കീഴൂരിൽ നൽകിയ സ്വീകരണത്തിലാണ് പ്രവീൺകുമാർ തുറന്നു പറഞ്ഞത്. നേരത്തെ ആ വാക്കുകൾ നമ്മൾ ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. അടുത്ത ലക്ഷ്യം 13 ഔട്ട് ഓഫ് 13 ആണെന്ന് അത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഇസ്മായിൽ സാഹിബ് റസാഖ് മാഷൻ കടന്നു വരുന്നത്. അവരോട് പറഞ്ഞു 13-ൽ 13. അപ്പോൾ ഒറ്റ വ്യത്യാസമുള്ളൂ, ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞു, ഇവർ മലയാളത്തിൽ പറഞ്ഞു. ചർച്ച ചെയ്തതാണ്. ആ പ്രവർത്തനവുമായി ശക്തമായി മുന്നോട്ട് പോയി. സാറ് പറഞ്ഞ ഒരു കാര്യം സത്യമാണ്, വലിയതാരും വാർത്തയൊന്നാക്കരുത്. സ്ഥാനാർത്ഥി നിർണയം പഠിച്ചില്ലായിരുന്നെങ്കിൽ 13-ൽ 13 നമ്മൾ ജയിച്ചേനെന്നുള്ള സത്യം ഇപ്പം തിരിച്ചറിയുന്നുണ്ട്. കോണി ചിഹ്നത്തിലോ കൈപ്പത്തി ചിഹ്നത്തിലോ ഒരാൾ മത്സരിച്ചിരുന്നെങ്കിൽ ഈ ജില്ലയിലെ വിജയം 100-ൽ 100% ആകുമായിരുന്നുള്ള സത്യം ഞങ്ങൾ ഇപ്പോൾ തിരിച്ചറിയുന്നുണ്ട്. ലതീഷ് വിവരങ്ങളുമായി ചേരുകയാണ്. ലതീഷ്, രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ ആകില്ലായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കേവലമായൊരു മോഹം മാത്രമാണ്. പക്ഷേ ആ വാക്കുകൾ സൂചിപ്പിക്കുന്നത് പി.വി. അൻവർ ഒരു ബാധ്യതയാകുന്നു കോൺഗ്രസിന് എന്നുള്ളതാണ്, അല്ലേ? തീർച്ചയായും യോഗ്യതയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയെ തങ്ങൾ നിർത്തേണ്ടി വന്നു എന്നുള്ള നിലയിലുള്ള ഒരു വിമർശനമാണ്, അല്ലെങ്കിൽ ആ നിലയിലുള്ള ഒരു പ്രതികരണമാണ് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാറിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. നമുക്കറിയാം, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ സ്വയം സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നയാളാണ് പി.വി. അൻവർ. പിന്നീട് കോൺഗ്രസിന് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നു. നമുക്കറിയാവുന്ന പോലെ തന്നെ, അജിം ഷാ സൂചിപ്പിച്ച പോലെ തന്നെ, കോഴിക്കോട് ജില്ലയിലെ LDFന്റെ CPIMന്റെ ഏറ്റവും ഉറച്ച മണ്ഡലമാണ് ബേപ്പൂർ എന്ന് പറയുന്നത്. OLB സഖ്യത്തെ തോൽപ്പിച്ചുകൊണ്ട് TK ഹംസ അവിടുന്ന് ജനപ്രതിയായതൊക്കെ ചരിത്രമാണ്. ആ നിലയിൽ എല്ലാ വിഭാഗം വോട്ടുകളും വാങ്ങാൻ, BJPയുടെ ഉൾപ്പെടെ വോട്ട് വാങ്ങാനുള്ള ശ്രമവും ആ നീക്കവും, അല്ലെങ്കിൽ അത്തരത്തിൽ വോട്ട് സംഘടിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങളും പി.വി. അൻവർ നടത്തിയെങ്കിലും മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നതാണ് സത്യം. അത് ആ രീതിയിൽ ഈ പി.വി. അൻവറിന്റെ പോരായ്മ ഇപ്പോൾ തുറന്നു പറയുകയാണ് പ്രവീൺകുമാർ ചെയ്യുന്നത്. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നു, ആ ഒരു ഗതികേട് അദ്ദേഹം തുറന്നു പറയുന്നു എന്നതിനപ്പുറം മറ്റ് അജിം ഷാ സൂചിപ്പിച്ച പോലെ തന്നെ ഏത് സ്ഥാനാർത്ഥിയാണെങ്കിലും ബേപ്പൂരിൽ ജയിക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ടാകുമായിരുന്നില്ല എന്നതാണ് വാസ്തവം. അജിം ഷാ തീർച്ചയായും. കാരണം PM മുഹമ്മദ് റിയാസ് ഏത് ട്രെൻഡിലും വളരെ ശക്തമായി വിജയിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണെന്ന് തെളിയിച്ചതാണ്. അതുകൊണ്ട് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ കേവലമായ പൂതി മാത്രമാണത്. പക്ഷേ എങ്കിൽ പോലും പി.വി. അൻവർ എന്ന UDF സ്ഥാനാർത്ഥി തങ്ങൾക്കൊരു ബാധ്യതയാകുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ പ്രവീൺകുമാറിൻ്റെ വാക്കുകളിൽ നിന്നും വായിച്ചെടുക്കേണ്ടത്. മാത്രമല്ല, അദ്ദേഹം പറയുന്നുണ്ട് ഇത് വിവാദമാക്കരുതെന്നൊക്കെ മുൻകൂർ ജാമ്യം നൽകിയാണ് പറയുന്നത്.